പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ നിർണായക മുന്നേറ്റം കുറിച്ചുകൊണ്ട് തുർക്കി തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും ദൈർഘ്യമേറിയ ബാലിസ്റ്റിക് മിസൈലായ ടൈഫോൺ മിസൈലിന്റെ ഹൈപ്പർസോണിക് പതിപ്പ് പുറത്തിറക്കി. ഇസ്താംബുളിൽ നടന്ന ഇന്റർനാഷണൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഫെയർ 2025 ചൊവ്വാഴ്ചയോടെയാണ് ടൈഫോൺ ബ്ലോക്ക് 4 മിസൈൽ അനാച്ഛാദനം ചെയ്തത്. ആഗോളതലത്തിൽ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്കുള്ള മത്സരത്തിൽ അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻശക്തികൾക്കൊപ്പം തുർക്കിയും ചേരുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഈ പുതിയ മിസൈൽ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയിൽ മണിക്കൂറിൽ ഏകദേശം 3800 മൈൽ അഥവാ 6100 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിവുള്ളവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഇവയുടെ അതിവേഗതയും ഗതിമാറ്റാനുള്ള കഴിവും നിലവിലുള്ള മിക്ക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇവയെ തടസ്സപ്പെടുത്താൻ അതീവ ദുഷ്കരമാക്കുന്നു. ടൈഫോൺ ബ്ലോക്ക് 4 മിസൈലിന്റെ പ്രാരംഭ പരീക്ഷണങ്ങൾ 2022 അവസാനവും 2023 തുടക്കത്തിലും വിജയകരമായി നടന്നു. ഈ വിജയങ്ങളെ തുടർന്ന് 2023 ഇതിന്റെ ഉൽപാദനം അതിവേഗം ആരംഭിച്ചു. ഇത് തുർക്കിയുടെ പ്രതിരോധ ഗവേഷണ വികസന രംഗത്തെ കാര്യക്ഷമതയും വേഗതയും എടുത്തു കാണിക്കുന്നു. തുർക്കി പ്രതിരോധ സ്ഥാപനമായ റോക്കറ്റ്സാൻ ആണ് ടൈഫോൺ ബ്ലോക്ക് 4 വികസിപ്പിച്ചത്. ഈ മിസൈലിന് 2300 കിലോഗ്രാം ഭാരവും 6.5 മീറ്റർ നീളവുമുണ്ട്. നിലവിൽ 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈൽ തുർക്കിയിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ മിസൈൽ കൂടിയാണ്. വേഗതയും കൃത്യതയുമാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. യാത്രക്കിടയിൽ നിയന്ത്രിക്കാനും ലക്ഷ്യത്തിൽ മാറ്റം വരുത്താനും ടൈഫോൺ ബ്ലോക്ക് 4 സാധിക്കും. ഇത് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള മിസൈലിന്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, സൈനിക ഹാങ്ങറുകൾ, സൈനിക കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങളെ കിലോമീറ്ററുകൾ അകലെ നിന്ന് നശിപ്പിക്കാൻ ടൈഫോൺ ബ്ലോക്ക് 4 കഴിയും. ഉയർന്ന കൃത്യത ഉറപ്പുവരുത്തിയാണ് മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നാവിക കപ്പലുകൾ ഉൾപ്പെടെ ഏകദേശം 5 മീറ്റർ മാർജിനുള്ളിൽ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇതിന് കഴിയും. ഈ കൃത്യത മിസൈലിനെ വളരെ ഫലപ്രദമായ ഒരു ആയുധമാക്കി മാറ്റുന്നു. തുർക്കിയുടെ ഈ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ കിഴക്കൻ മെഡിറ്ററേനിയനിലെയും സമീപ പ്രദേശങ്ങളിലെയും തന്ത്രപ്രധാന ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ളതാണ്. ഭാവിയിലെ സാങ്കേതിക വികാസങ്ങളിലൂടെ ഈ മിസൈലിന്റെ ദൂരപരിധി 1000 കിലോമീറ്റർ വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് തുർക്കിയുടെ പ്രതിരോധ ശേഷിയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുകയും മേഖലയിലെ അവരുടെ തന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യ ലോകത്തിലെ ഏറ്റവും നൂതനവും തന്ത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഒന്നാണ്. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻശക്തികൾ ഈ മേഖലയിൽ വലിയ തോതിലുള്ള ഗവേഷണങ്ങളും വികസനങ്ങളും നടത്തുന്നു. ഈ മത്സരത്തിൽ തുർക്കി തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് പ്രാദേശികവും ആഗോളവുമായ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. സ്വന്തമായി ഹൈപ്പർസോണിക് ശേഷി വികസിപ്പിക്കുന്നത് തുർക്കിയുടെ പ്രതിരോധ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്നു. ഇത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സാങ്കേതിക വിദ്യ ആശ്രയത്വം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഒരു മുൻനിര സാങ്കേതിക ശക്തി എന്ന നിലയിൽ അന്താരാഷ്ട്ര രംഗത്ത് തുർക്കിയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. ഈ മിസൈൽ തുർക്കിയുടെ പ്രതിരോധ കയറ്റുമതി സാധ്യതകളെയും വർദ്ധിപ്പിച്ചേക്കാം. ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വന്തമാക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആഗോള സൈനിക സന്തുലിതാവസ്ഥയിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. തുർക്കി പാകിസ്ഥാൻ ബന്ധം, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലെ സഹകരണം സമീപകാലത്ത് കൂടുതൽ ശക്തമായിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തുർക്കി പാകിസ്ഥാന് നൽകുന്ന പിന്തുണ ശ്രദ്ധേയമാണ്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുകയും സൈനിക നീക്കം ശക്തമാവുകയും ചെയ്തപ്പോൾ പാകിസ്ഥാന് തുർക്കിയുടെ പിന്തുണ ലഭിച്ചത് ഒരു പ്രധാന വിഷയമായിരുന്നു. ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയത് പ്രകാരം ഇന്ത്യ ആക്രമിക്കാൻ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ബെയ്രക്തർ TB2 ഡ്രോണുകൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് തുർക്കിയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള സ്വീകാര്യതയും ചില പ്രാദേശിക സംഘർഷങ്ങളിൽ അവയുടെ സ്വാധീനവും എടുത്തു കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ പുതിയ ഹൈപ്പർസോണിക് മിസൈൽ പുറത്തിറക്കിയത് പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളിൽ കൂടുതൽ സങ്കീർണതകൾ വരുത്താൻ സാധ്യതയുണ്ട്. ടൈഫോൺ ബ്ലോക്ക് 4 മിസൈൽ തുർക്കിയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വലിയ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു. ഇത് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും തങ്ങളെ ഒരു പ്രാദേശിക ശക്തിയായി ഉയർന്നു വരാനും ഭാവിയിൽ ഒരു ആഗോള ശക്തിയായി മാറാനുമുള്ള തുർക്കിയുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായി വിലയിരുത്തപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഈ മിസൈലിന്റെ കൂടുതൽ വിവരങ്ങളും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള വിശകലനങ്ങളും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ആഗോള പ്രതിരോധ രംഗത്ത് തുർക്കിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനയാണിത്.